ഹരേ കൃഷ്ണ. ഭജഗോവിന്ദത്തില് വളരെ ഫേമസ് ആയിട്ടുള്ള 4 വരിയുണ്ട്. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. വളരെ ഫേമസ് ആയിട്ടുള്ള വരികളാണ്. ഈ വരികൾക്ക് വളരെ വലിയ അർത്ഥവുമുണ്ട്. നമ്മുടെ ഈ ആത്മാവ് പല പല ശരീരത്തിലൂടെ ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതായത് വീണ്ടും വീണ്ടും ജനിക്കുകയും വീണ്ടും വീണ്ടും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ആത്മാവിന് മാത്രം മരണമില്ല, ആ ശരീരം മാത്രം ജനന മരണ ചക്രത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ ഈ ജനിക്കുമ്പോൾ അഗെയിൻ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കുറേ അധികം സമയം ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാലചക്രം എന്ന് പറയുന്നത് വളരെ ദൂരമേറിയതാണ്. അത് മാത്രമല്ല, ഈ കർമ്മചക്രം അല്ലെങ്കിൽ ഈ കാലചക്രം കടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ നിയന്ത്രിച്ച് ഭഗവാന്റെ കൃപ നമ്മളിലേക്ക് എത്തിക്കണേ, ഭഗവാന്റെ കൃപ യാചിച്ചുകൊണ്ടുള്ള ഒരു 4 വരിയാണ് ഇത്. അതാണ് പറയുന്നത്, പുനരപി ജനനം പുനരപി മരണം, വീണ്ടും വീണ്ടും ജനിക്കുക വീണ്ടും വീണ്ടും മരിക്കുക. പുനരപി ജനനി ജഠരേ ശയനം, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ നമ്മൾ ശയനം ചെയ്താണ് അഗൈൻ റീബർത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഇഹ സംസാരേ ബഹുദുസ്തഹരേ, അതായത് ഈ ഒരു സംസാര സാഗരം, അതായത് ഈ ഒരു കാലചക്രം അല്ലെങ്കിൽ ഈ ലൈഫ് സൈക്കിൾ എന്നൊക്കെ പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൃപയാ പാരേ പാഹി മുരാരേ, അതായത് ഭഗവാന്റെ കൃപ യാചിക്കുകയാണ്. ഭഗവാന്റെ കൃപ എന്നും എന്നിൽ പ്രവർത്തിക്കണമേ എന്ന് നമ്മൾ യാചിക്കുന്ന രീതിയിലുള്ള ഒരു 4 വരിയാണത്. എന്നും മനസ്സിൽ സൂക്ഷിക്കുക. ഈ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മാത്രം ഭഗവാനോട് അദ്ദേഹത്തിന്റെ കൃപയ്ക്കായി നമ്മൾ യാചിക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഹരേ കൃഷ്ണ.